ഇനി നമ്മൾ കോട്ടയത്തേക്കാണ്. കോട്ടയം മുണ്ടക്കയത്ത് പോലീസിന്റെ അവസരോചിത ഇടപെടൽ യുവാവിന് ജീവൻ തിരിച്ചുകിട്ടി. തോട്ടിലകപ്പെട്ട പുത്തൻചന്ത സ്വദേശിയായ യുവാവിനെ പോലീസുകാർ രക്ഷപ്പെടുത്തി. ജീവനുണ്ടോ എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് പെരുവന്താനം പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത്. ബിനിൽ ലീല സാബു വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ബിനിൽ, എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സംഗീത രാവിലെ 6:30 പോലീസ് സ്റ്റേഷനിലേക്ക്, പെരുവന്താനം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ സന്ദേശം എത്തുന്നത്. അവിടെ ഈ നെടുന്തോട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുവെന്നാണ് ആ സന്ദേശം എത്തിയത്. ഉടൻ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാർ അവിടേക്ക് എത്തി പരിശോധിക്കാൻ വേണ്ടി എത്തി. അപ്പോഴാണ് ജീവനുണ്ടോ എന്ന സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത്. സിയാദ്, ജോമോൻ എന്നീ 2 സിവിൽ പോലീസ് ഓഫീസർമാരാണ് അവിടേക്ക് എത്തിയത്. ഉടൻ തന്നെ ഈ നെടുന്തോട്ടിലേക്ക് ഇറങ്ങി ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ, ഇയാളെ എടുക്കുമ്പോൾ തന്നെ ജീവനുണ്ട് എന്ന ഈ ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെട്ടു. പിന്നീട് കരയിലേക്ക് എത്തിച്ച് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇയാളുടെ ബന്ധുക്കളുമായി പോലീസ് സംസാരിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 12 മണി വരെ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു. ഈ നെടുന്തോട്ടിൽ ഇയാളെ കണ്ട സ്ഥലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഇയാളുടെ വീട് ഉള്ളത്. രാത്രി 12 മണി വരെ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇയാൾ വീണ്ടും കാണാതാകുന്നത്. എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് സംബന്ധിച്ച് ഒരു വ്യക്തത പോലീസിന് ഇപ്പോൾ ഇല്ല. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ശാരീരിക അസ്വസ്ഥത ഇയാൾക്കുണ്ട്. അങ്ങനെ മരുന്ന് കഴിക്കുന്ന ആളാണ് എന്നാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇയാൾ ചികിത്സയ്ക്ക് ശേഷം ഇയാളുമായി പോലീസ് സംസാരിക്കും. ശരി ബിനിൽ, എന്താണെങ്കിലും ആശ്വാസകരമായ കാര്യമാണ് കോട്ടയത്ത് നിന്നും എത്തുന്നത്. ബിനിൽ ലീല സാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.